നമസ്കാരം. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ പ്രധാന പോരായ്മയായിരുന്നു പ്ലാന്റ് അനിമൽ ക്യാരക്ടേഴ്സ് ഉള്ള ജീവികൾക്ക് ഒരു സ്ഥാനമില്ല എന്നുള്ളത്. അത്തരത്തിലുള്ള ആ ഡ്രോബാക്ക് അഡ്രസ്സ് ചെയ്യുന്ന ഒരു കിങ്ഡമാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ രണ്ടാമതായി വരുന്ന കിങ്ഡം പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റകളുടെ വിചിത്രമായ ലോകത്തേക്ക് നമുക്ക് പോകാം. ഈ ഭൂമുഖത്തുള്ള എല്ലാ സിംഗിൾ സെൽ യൂക്യാരിയോട്ടിക് ഓർഗാനിസം എല്ലാം പ്രോട്ടിസ്റ്റയുടെ കീഴിൽ വരുന്നു. മാത്രമല്ല ഇവയെല്ലാം പ്രൈമറിലി അക്വാട്ടിക് ആണ്, അതായത് എല്ലാവരും വെള്ളത്തിലാണ് ജീവിക്കുന്നത്. പ്രോട്ടിസ്റ്റകളെ നമുക്ക് 5 ആയിട്ട് തിരിക്കാം. ഒന്നാമത്തെ ഗ്രൂപ്പാണ് ക്രൈസോഫൈറ്റ, മറ്റൊന്ന് ഡൈനോഫ്ലജല്ലേറ്റ്സ്, മൂന്നാമതായി യുഗ്ലിനോയിഡ്സ്, നാലാമതായി സ്ലൈം മോൾസ്, അഞ്ചാമതായി പ്രോട്ടോസോവൻസ്. പ്രോട്ടിസ്റ്റകളെ പ്ലാന്റ്സ് എന്നോ അനിമൽസ് എന്നോ നമുക്ക് തിരിക്കാൻ സാധിക്കില്ല. അതേസമയം ഈ കിങ്ഡം പ്ലാന്റ്സ്, ആനിമൽസ്, ഫംഗസ് എന്നീ ഗ്രൂപ്പുകളുമായി ലിങ്ക്ഡ് ആയി കിടക്കുകയാണ്. അതായത് എവല്യൂഷണറിലി പ്രോട്ടിസ്റ്റയിൽ നിന്നാണ് പ്ലാന്റ്സും അനിമൽസും ഫംഗസും എല്ലാം രൂപം കൊണ്ടിട്ടുള്ളത്. പ്രോക്യാരിയോട്ടുകളിൽ നിന്നും വ്യത്യസ്തമായി പ്രോട്ടിസ്റ്റകൾക്ക് ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്. അതുകൂടാതെ അവരുടെ ശരീരത്തിലെ എല്ലാ ഓർഗനൽസും മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞതാണ്. അതായത് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് അവയ്ക്കുണ്ട്. കൂടാതെ ഇവയിൽ പലതിനും സിലിയയും ഫ്ലജല്ലയും ഉണ്ടായിരിക്കും. ഒരു ടിപ്പിക്കൽ പ്രോട്ടിസ്റ്റായ യുഗ്ലിനയുടെ സെല്ലാണിത്. ഇതിനകത്തൊരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് കൂടാതെ മൈറ്റോകോൺട്രിയ, ഗോൾഗി അപ്പാരറ്റസ്, അതുപോലെ എൻഡോപ്ലാസ്റ്റ് റെറ്റിക്കുലം, ക്ലോറോപ്ലാസ്റ്റ്, കോൺട്രാക്ടൈൽ വാക്യൂൾ തുടങ്ങിയ എല്ലാ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും ഒരു ഫ്ലജല്ലയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രോട്ടിസ്റ്റ് റീപ്രൊഡ്യൂസ് asexually and sexually by a process involving cell fusion and zygote formation. പ്രോട്ടിസ്റ്റകൾക്ക് എസെക്ഷലും സെക്ഷലുമായ റീപ്രൊഡക്ഷൻസ് ഉണ്ട്. ഇവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ വളരെ സിമ്പിളാണ്. 2 സെല്ലുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുകയും സൈഗോട്ട് ഫോം ചെയ്യുകയും ചെയ്യുകയാണ് ഇവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ. കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ ഫസ്റ്റ് സബ് ഡിവിഷനാണ് ക്രൈസോഫൈറ്റകൾ. 2 തരം ക്രൈസോഫൈറ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആദ്യത്തേത് ഡയാറ്റംസ്, മറ്റൊന്ന് ഗോൾഡൻ ആൽഗെ അഥവാ ഡെസ്മിഡ്സ്. ഇവയുടെ ആകൃതി വളരെ പെർഫെക്റ്റും സിമെട്രിക്കും ആയതിനാൽ കണ്ടാൽ ഒരു ജുവല്ലറി ആയി നമുക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇവയെ ജുവൽസ് ഓഫ് ദ സീ എന്നാണ് വിളിക്കുന്നത്. They are found in fresh water as well as in marine environment. അതായത് ശുദ്ധജലത്തിലും കടൽ ജലത്തിലും ക്രൈസോഫൈറ്റുകളെ കാണുന്നു. They are microscopic and planktonic. അവർ വളരെ ചെറുതും പ്ലാങ്ക്ടോണിക് സ്വഭാവമുള്ളതുമാണ്. നിങ്ങൾക്കറിയാം പ്ലാങ്ക്ടൺസ് എന്താണ്? അപ്പോൾ പ്ലവകങ്ങളാണ്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതും ഫോട്ടോസിന്തസിസ് നടത്താൻ കഴിവുള്ളതുമായിട്ടുള്ള സൂക്ഷ്മജീവികളാണ് പ്ലവകങ്ങൾ. ഇവയാണ് കടലിൽ അതുപോലെ സമുദ്രങ്ങളിലുള്ള മേജർ പ്രൊഡ്യൂസേഴ്സ്. ചെറിയ മത്സ്യങ്ങളും മറ്റ് അനിമൽസും എല്ലാം ഇവയാണ് ആഹാരമാക്കുന്നത്. കരയിൽ നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സിനെ പോലെ വെള്ളത്തിൽ ഇവയാണ് മേജർ പ്രൊഡ്യൂസേഴ്സ് അഥവാ ഉൽപാദകർ. ഒരു മൂടിയുള്ള സോപ്പ് പെട്ടി പോലെ പരസ്പരം ചേർത്ത് വെക്കാവുന്ന 2 ഭാഗങ്ങളുള്ള സെൽ വോളാണ് ഡയാറ്റംസിന് ഉള്ളത്. ഇൻ ഡയാറ്റംസ് ദ സെൽ വോൾ ഫോം 2 തിൻ ഓവർലാപ്ഡ് ഷെൽസ് വിച്ച് ഫിറ്റ് ടുഗദർ ലൈക്ക് എ സോപ്പ് ബോക്സ്. അതുകൊണ്ടാണ് ഇതിന് ഡയാറ്റംസ് എന്നുള്ള പേര് വരാൻ കാരണം. കൂടാതെ ഇവയുടെ സെൽ വാളിന് ചില പ്രത്യേകതകളുണ്ട്. ദ വാൾസ് ആർ എംബഡഡ് വിത്ത് സിലിക്ക ആൻഡ് ദസ് ദ വാൾസ് ആർ ഇൻഡിസ്ട്രക്റ്റബിൾ. ഇവയുടെ കോശഭിത്തികൾ സിലിക്ക കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇവ എളുപ്പം നശിച്ചു പോകാതെ കടലിൽ കിടക്കുന്നു. Diatoms have left behind large amount of cell wall deposit in their habitat. This accumulation over billions of years referred to as diatomaceous earth. ഡയാറ്റംസ് അവർ താമസിക്കുന്ന ആവാസവ്യവസ്ഥകളിൽ ധാരാളമായി സെൽ വാളുകൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അവരുടെ മരണശേഷം ആ സെൽ വാളുകൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. ഇത്തരം നിക്ഷേപത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയാറ്റമേഷ്യസ് എർത്ത്. പലതരത്തിലുള്ള ഇമ്പോർട്ടൻസ് ഇവയ്ക്ക് ഉണ്ട്. Being gritty, the soil is used in polishing, filtration of oils and syrups. പരുവരുത്ത സ്വഭാവമുള്ളതുകൊണ്ട് ഈ മണ്ണ് പോളിഷിംഗ് പർപ്പസിന് വേണ്ടിയും ഓയിലുകളും സിറപ്പുകളും മറ്റ് ലിക്വിഡ്സുകളും ഫിൽട്ടർ ചെയ്യാനുള്ള ഫിൽട്ടറുകൾ ഉണ്ടാക്കാനായിട്ടും ഉപയോഗിക്കുന്നു. കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ സെക്കൻഡ് കാറ്റഗറിയാണ് ഡൈനോഫ്ലജല്ലേറ്റുകൾ. എന്താണ് ഡൈനോഫ്ലജല്ലേറ്റുകൾ എന്ന് നമുക്ക് നോക്കാം.
Dinoflagellates are mostly marine organism and they are photosynthetic also. അവർ മെറൈൻ ഓർഗാനിസങ്ങളാണ്, ഫോട്ടോസിന്തറ്റിക് ക്യാരക്ടർ ഉള്ളവയാണ്. The cell wall has stiff cellulose plates on the outer surface. ഇവയുടെ ശരീരത്തിൽ, അതായത് ഇവയുടെ സെല്ലിന് പുറത്ത് സെല്ലുലോസ് കൊണ്ടുള്ള കട്ടിയുള്ള പ്ലേറ്റുകൾ ഉണ്ടായിരിക്കും. നമ്മൾ റൈനോസറസ് എന്ന് പറയുന്ന അനിമലിന്റെ പുറത്ത് സ്കിന്നിന്റെ കട്ടിയുള്ള പ്ലേറ്റുകൾ ഉള്ളതുപോലെ ഇവയുടെ സെല്ലുകൾ കട്ടിയുള്ള സെല്ലുലോസ് പ്ലേറ്റുകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. They appear yellow, green, brown, blue or red depending on the main pigments present in their cell. ഇവരുടെ ശരീരത്തിലുള്ള പിഗ്മെന്റുകളുടെ ഏറ്റക്കുറച്ചുകൾ അനുസരിച്ച് ഇവ പച്ച, തവിട്ട് നിറം, നീല, മഞ്ഞ അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിൽ കാണാറുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മിക്ക ഡൈനോഫ്ലജല്ലേറ്റുകൾക്കും 2 ഫ്ലജല്ല കാണാൻ സാധിക്കും. ഇതിലൊന്ന് ലോഞ്ചിറ്റ്യൂഡിനലി ശരീരത്തിന്റെ ലെങ്തിനനുസരിച്ച് പോകുന്നതും മറ്റൊന്ന് സെൽ പ്ലേറ്റുകൾക്കിടയിലുള്ള ഒരു ചാലിലൂടെ ചുറ്റിയിരിക്കുന്നതുമായ രീതിയിലാണ് കാണുന്നത്. ഡൈനോഫ്ലാജല്ലേറ്റുകളിൽ ഒരു കാറ്റഗറിയാണ് റെഡ് ഡൈനോഫ്ലാജല്ലേറ്റ്. ഇതിന് എക്സാമ്പിളാണ് ഗോണിയോലാക്സ് എന്ന് പറയുന്ന ഒരു ഡൈനോഫ്ലാജല്ലേറ്റ്. ചില സീസണൽ കണ്ടീഷനിൽ ഇവയുടെ എണ്ണം കടലിൽ റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ അധികം മൾട്ടിപ്ലൈ ചെയ്യുന്ന റെഡ് ഡൈനോഫ്ലാജല്ലേറ്റ്സ് കടൽ ജലത്തിന് ഒരു റെഡ് കളർ കൊടുക്കുന്നു. ഇതിനെയാണ് റെഡ് ടൈഡ് എന്ന് പറയുന്നത്. ഇത് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇവ മത്സ്യങ്ങളടക്കമുള്ള മറ്റ് പല മെറൈൻ അനിമൽസിനും ഹാനികരമാണ്. കിങ്ഡം പ്രോട്ടിസ്റ്റിൽ വരുന്ന മൂന്നാമത്തെ കാറ്റഗറിയാണ് യുഗ്ലിനോയിഡ്സ്. ഇതിനു മുമ്പ് പഠിച്ച ക്രൈസോഫൈറ്റുകളും ഡൈനോഫ്ലജല്ലേറ്റുകളും പ്രധാനമായും മെറൈൻ ഫോംസ് ആണെങ്കിൽ യുഗ്ലിനോയിഡുകൾ സ്റ്റാഗ്നന്റ് ഫ്രഷ് വാട്ടർ ഓർഗാനിസം ആണ്. അതായത് കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇവ അധികവും കാണപ്പെടുന്നത്. Instead of cell wall, they have a protein-rich layer called pellicle which makes their body flexible. ക്രൈസോഫൈറ്റുകളെയും ഡൈനോഫ്ലജല്ലേറ്റുകളെയും അപേക്ഷിച്ച് ഇവരുടെ ശരീരത്തിൽ സെൽ വാളുകൾക്ക് പകരം പ്രോട്ടീൻ റിച്ച് ലെയറായ പെല്ലിക്കിളാണ് ശരീരത്തെ പൊതിഞ്ഞിരിക്കുന്നത്. They have 2 flagella, 1 short and 1 long. ഇതിൽ ഷോർട്ട് ഫ്ലജല്ല 2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. അത് ശരീരത്തിനുള്ളിൽ എംബഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ലോങ് ഫ്ലജല്ല 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. അതാണ് ലോക്കോമോഷന് വേണ്ടി അഥവാ സഞ്ചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. Though they are photosynthetic in the presence of sunlight, when deprived of sunlight, they behave like heterotrophs by predating on other smaller organisms. പകൽ സമയത്ത് ലൈറ്റിന്റെ പ്രസൻസിൽ ഇവ പ്ലാന്റ്സിനെ പോലെ ഫോട്ടോസിസ് നടത്തുകയും എന്നാൽ ലൈറ്റിന്റെ ആബ്സെൻസിൽ ഇവ പ്രിഡേഷൻ അഥവാ മറ്റു ജീവികളെ പിടിച്ച് ആഹാരമാക്കുകയും ചെയ്യും. അതിനാൽ ഇവ ഒരേ സമയം ഓട്ടോട്രോഫുകളും ഹെട്രോട്രോഫുകളുമാണ്. കൂടാതെ യുഗ്ലിനോയിഡുകളുടെ പിഗ്മെന്റുകൾ പ്ലാന്റ്സിന് സമാനമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്ന നാലാമത്തെ കാറ്റഗറിയാണ് സ്ലൈം മോൾഡ്. എന്താണ് സ്ലൈം മോൾഡുകളെ വ്യത്യാസപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം. സ്ലൈം മോൾഡ്സ് ആർ സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ്. നമ്മൾ ആദ്യം പഠിച്ച ക്രൈസോഫൈറ്റുകളും ഡൈനോഫ്ലജല്ലേറ്റുകളും യുഗ്ലിനോയിഡുകളും എല്ലാം ഫോട്ടോസിന്തസിസ് നടത്താൻ കേപ്പബിൾ ആയിരുന്നു. എന്നാൽ ഇവരിൽ നിന്നും സ്ലൈം മോൾഡുകളെ വ്യത്യസ്തമാക്കുന്നത് ഇവരുടെ ഈ ന്യൂട്രീഷന്റെ മെത്തേഡാണ്. ഇവ പ്രധാനമായും സാപ്രോഫൈറ്റുകളാണ്. ദ ബോഡി മൂവ്സ് അലോങ് ഡീക്കേയിങ് ട്വിഗ്സ് ആൻഡ് ലീവ്സ് എൻഗൾഫിംഗ് ഓർഗാനിക് മാറ്റർ. ഇവരുടെ ശരീരം ദ്രവിക്കുന്ന ഇലകളുടെയും കമ്പുകളുടെയും മരത്തടിയുടെയും മുകളിലൂടെ ഇഴഞ്ഞു നീങ്ങുകയും അവിടെ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു. അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻസ് ദേ ഫോം ആൻ അഗ്രിഗേഷൻ കോൾഡ് പ്ലാസ്മോഡിയം വിച്ച് മേ ഗ്രോ ആൻഡ് സ്പ്രെഡ് ഓവർ സെവറൽ ഫീറ്റ്. അനുകൂലമായ സാഹചര്യമാണ് അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ സ്ലൈം മോൾസ് അഗ്രിഗേറ്റ് ചെയ്യുന്നു. ഈ അഗ്രിഗേഷനെ പ്ലാസ്മോഡിയം എന്നാണ് വിളിക്കുന്നത്. ഇത് വളരെയധികം ഡയാമീറ്ററിൽ വളർന്ന് വ്യാപിക്കുന്നു. എന്നാൽ അൺഫേവറബിൾ കണ്ടീഷൻ അഥവാ പ്രതികൂല സാഹചര്യം വരുമ്പോൾ പ്ലാസ്മോഡിയം ധാരാളം സ്പോൾസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സ്പോൾസ് അന്തരീക്ഷത്തിലേക്ക് പറന്ന് വ്യാപിക്കുന്നു. അത് മറ്റെവിടെയെങ്കിലും വീണ് മുളച്ച് പുതിയ സ്ലൈം മോൾസ് ഉണ്ടാകുന്നു. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്ന അഞ്ചാമത്തെ അവസാനത്തെയുമായ കാറ്റഗറിയാണ് പ്രോട്ടോസോവൻസ്. നിങ്ങൾ ഇതുവരെ പഠിച്ച ക്രൈസോഫൈറ്റ്സും ഡൈനോഫ്ലജല്ലേറ്റ്സും യുഗ്ലിനോയിഡ്സും ഫോട്ടോസിന്തറ്റിക് ആണെങ്കിൽ നമ്മൾ പഠിച്ച സ്ലൈം മോൾസ് സാപ്രോഫൈറ്റിക് ആണ്. എന്നാൽ ഇവയെല്ലാം അപേക്ഷിച്ച് പ്രോട്ടോസോവുകൾ മറ്റൊരു രീതിയിലാണ് ജീവിക്കുന്നത്. പ്രോട്ടോസോവുകളെല്ലാം ഒന്നുകിൽ പാരസൈറ്റുകളോ അല്ലെങ്കിൽ പ്രിഡേറ്റേഴ്സോ ആയിരിക്കും. ഇവ ആനിമൽസിന്റെ മുൻഗാമികളാണെന്നാണ് കരുതുന്നത്. പ്രോട്ടോസോവൻസിനെ നമുക്ക് 4ആയി തിരിക്കാം. ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ്, അമീബോയിഡ് പ്രോട്ടോസോവൻസ്,
സ്പോറോസോവൻസ് ആൻഡ് സിലിയേറ്റഡ് പ്രോട്ടോസോവൻസ്. ഇതിലെ ആദ്യത്തെ കാറ്റഗറിയാണ് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവ ഒരു ഫ്ലജല്ലയുള്ള പ്രോട്ടോസോവയാണ്. ഇതിനൊരു എക്സാമ്പിളാണ് സ്ലീപ്പിംഗ് സിക്നസ് ഡിസീസ് ഉണ്ടാക്കുന്ന ട്രിപ്പനോസോമ എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവൻ. സ്ലീപ്പിംഗ് സിക്നസ് ഡിസീസ് ബാധിച്ചവർക്ക് ഒരു ഡിസ്റ്റർബ്ഡ് സ്ലീപ്പിംഗ് പാറ്റേൺ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രോഗത്തിന് സ്ലീപ്പിംഗ് സിക്നസ് ഡിസീസ് എന്ന് പറയുന്നത്. ഇത് ആഫ്രിക്കയിലാണ് കോമൺ ആയിട്ട് കണ്ടിരുന്നത്. പ്രോട്ടോസോവൻസിന്റെ അടുത്ത കാറ്റഗറിയാണ് അമീബോയ്ഡ് പ്രോട്ടോസോവൻസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നാം പഠിച്ചിട്ടുള്ള അമീബ ഇതിനകത്താണ് വരുന്നത്. അതുകൂടാതെ ചില മെറൈൻ അമീബ ഫോംസും ഉണ്ട്. മെറൈൻ ഫോംസിന് കക്കയുടെയും ചിപ്പിയുടെയും പോലെയുള്ള ചില ഷെല്ലുകൾ കാണാം. സിലിക്ക കൊണ്ടാണ് ഇത്തരം ഷെല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അമീബ ആഹാരം സമ്പാദിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണെന്ന് നിങ്ങൾക്കറിയാം. അത് ശരീരത്തിൽ നിന്ന് സ്യൂഡോപോഡിയ അഥവാ കപടപാദങ്ങൾ ശരീരത്തിന് വെളിയിലേക്ക് അത് നീട്ടുന്നു. ഭക്ഷണ പദാർത്ഥങ്ങൾ അതിനുള്ളിലേക്ക് എൻഗൾഫ് ചെയ്താണ് അത് ഭക്ഷണം ശരീരത്തിനുള്ളിലേക്ക് ആക്കുന്നത്. അമീബോയ്ഡ് പ്രോട്ടോസോവൻസിന്റെ അടുത്ത എക്സാമ്പിൾ ആണ് എൻഡമീബ എന്ന് പറയുന്ന ഒരു പാരസൈറ്റ്. എൻഡമീബ ഹിസ്റ്റോളിക്ക എന്ന് പറയുന്ന ഈ പാരസൈറ്റ് മനുഷ്യനിൽ ധാരാളമായി കാണുന്നു. മനുഷ്യനിൽ അമീബിയാസിസ് അഥവാ വയറുകടി എന്ന് പറയുന്ന രോഗം ഇവ ഉണ്ടാക്കുന്നു. പ്രോട്ടോസോവൻസിൽ വരുന്ന അടുത്ത കാറ്റഗറിയാണ് സ്പോറോസോവൻസ്. ദേ ഹാവ് ആൻ ഇൻഫെക്റ്റസ് സ്പോർ ലൈക്ക് സ്റ്റേജ് ഇൻ ദർ ലൈഫ് സൈക്കിൾ. ഇവരുടെ ജീവിതചക്രത്തിൽ രേണുക്കൾ അഥവാ സ്പോറുകൾ പോലെയുള്ള ഒരു ഘട്ടം ഉണ്ടായിരിക്കും. മലമ്പനി അഥവാ മലേറിയയുടെ സൈക്കിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം അവിടെ ചില സ്പോറുകൾ പോലെയുള്ള സ്റ്റേജസ് ഇവിടെ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇവയെ സ്പോറോസോവൻസ് എന്ന് വിളിക്കുന്നത്. മലമ്പനി അഥവാ മലേറിയ എന്ന രോഗത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. പ്ലാസ്മോഡിയം എന്ന ഒരു പ്രോട്ടോസോവനാണ് ഇതിന് കാരണം. മനുഷ്യ ജനസംഖ്യയിൽ നല്ലൊരു സ്വാധീനം ചെലുത്തിയ ഒരു രോഗമാണ് മലേറിയ അഥവാ മലമ്പനി. പ്രോട്ടോസോവൻസിലെ അവസാനത്തെ കാറ്റഗറിയാണ് സിലിയേറ്റഡ് പ്രോട്ടോസോവൻസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവയുടെ ശരീരം ആയിരക്കണക്കിന് സിലിയകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ഇത്തരം സിലിയകൾ രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ഈ സിലിയകൾ നിരന്തരമായി ചലിപ്പിക്കുമ്പോൾ ഓർഗാനിസത്തിന് മൂവ് ചെയ്യാൻ സാധിക്കുന്നു. കൂടാതെ ശരീരത്തിന് ഉള്ളിലൊരു അറയുണ്ട്, അതിന്റെ പേരാണ് ഗള്ളറ്റ്. ഇതിനുള്ളിലേക്ക് ഭക്ഷണ സാധനങ്ങളെ ഡയറക്റ്റ് ചെയ്ത് വിടാനും ഫുഡ് പാർട്ടിക്കിൾസ് അടങ്ങിയ വെള്ളം ഡയറക്റ്റ് ചെയ്ത് അകത്തേക്ക് ചലിപ്പിച്ച് വിടാനും ഇത്തരത്തിലുള്ള സിലിയകൾ അവയെ സഹായിക്കുന്നു. ഇതിന് എക്സാമ്പിളാണ് പാരമീസിയം എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവൻ.